ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ എച്ച്.എം. അനിത ടീച്ചർ 35 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ നിന്ന് ഏപ്രിൽ 30 പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ചടങ്ങിൻ്റെയൊക്കെ വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഏപ്രിൽ 30 കുറച്ച് തിരക്കായതിനാൽ ഏപ്രിൽ 29 കുറേ റെക്കോർഡ്സൊക്കെ ഇനി അടുത്ത എച്ച്.എം. ആകുന്ന ബിന്ദു ടീച്ചറിനെ കൊണ്ട് അനിത ടീച്ചർ സൈൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഏപ്രിൽ 29 സ്കൂളിലെത്തിയിരുന്നു. ഇപ്പോൾ 30-ാം തീയതി രാവിലെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ആ ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ശാഖായോഗം സെക്രട്ടറിയും മാനേജരും ശാഖായോഗം കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഉത്സാഹത്തോടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ കുഞ്ഞുമക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, അങ്ങനെ കുറേ പേര് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. അങ്ങനെ നമ്മുടെ മീറ്റിംഗ് തുടങ്ങുകയാണ്. നമ്മുടെ എച്ച്.എം. അനിത ടീച്ചറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈശ്വര പ്രാർത്ഥനയോടെ നമ്മുടെ ചടങ്ങുകൾ ആരംഭിച്ചു. നമ്മുടെ ശാഖായോഗം പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ അവർകളാണ് സ്വാഗതം ആശംസിച്ചത്. നമ്മുടെ 2-ാം വാർഡിൻ്റെ ആരാധ്യനായ മെമ്പർ ശ്രീ സുധീർ അവർകൾ യോഗം ഉദ്ഘാടനം ചെയ്തു. അത് നമ്മുടെ സമൂഹത്തിനുള്ള ഒരു സർവീസ് കൂടിയാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ് ശ്രീമതി അനിത ടീച്ചർ. സർവീസ് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിനുശേഷം നമുക്ക് ഈ സർവീസിൽ നിന്ന് വിരമിക്കേണ്ട ഒരു കാലഘട്ടം, അത് നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും സർക്കാർ കൃത്യമായി ഓർമ്മിപ്പിക്കും നമ്മളെ. തുടർന്ന് നമ്മുടെ ശാഖായോഗം സെക്രട്ടറി, നമ്മുടെ സ്കൂൾ കമ്മിറ്റി അംഗങ്ങൾ, PTA പ്രസിഡന്റ്, കൺവീനർ, നമ്മുടെ മറ്റ് അധ്യാപകരുടെ ആശംസകൾ തുടങ്ങിയവയായിരുന്നു. പിന്നീട് സുന്ദരിയും ഒത്തിരി മൊഴിയുള്ള ടീച്ചറായിരുന്നു, അതുപോലെ സ്നേഹമുള്ള ടീച്ചർ. തുടർന്ന് ആദരിക്കലിൻ്റെ ഒരു നീണ്ട നിരയായിരുന്നു. നമ്മുടെ SNDP ശാഖായോഗം, അധ്യാപകർ, വാർഡ് മെമ്പർ, PTA-ക്കാർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, അങ്ങനെ എല്ലാവരുടെയും വക ആദരവ് ടീച്ചറിന് ലഭിച്ചു. തുടർന്ന് ടീച്ചറിൻ്റെ മറുപടി പ്രസംഗമായിരുന്നു. കുറച്ചിട്ട ഒരു തീയതിയാണ്
ദിവസത്തെയാണ് വിരമിക്കൽ ദിനം. അതാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ദിനം. അതിനെന്നെ ഇവിടം വരെ എത്തിച്ച ജഗദീശ്വരനോടുള്ള നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. പിന്നീട് എനിക്ക് ലോകം കാണാൻ അനുഗ്രഹിച്ച എൻ്റെ മാതാപിതാക്കൾക്കുള്ള മുമ്പിൽ ശിരസ് നമിക്കുന്നു. പിന്നീട് എനിക്കിവിടെ ജോലി നൽകിയത് ഭാർഗവനാശാനാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. പിന്നെ എൻ്റെ ഗുരുശ്രേഷ്ഠനായ തമ്പി സാർ, കൃഷ്ണ സാർ, അവരുടെ മുന്നിലും പ്രണാമം. അഭിലാഷ് സാറായിരുന്നു. അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഞാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ഉള്ളൂ. പക്ഷേ ദൈവനിയോഗം പോലെ അദ്ദേഹത്തിന് PSC കിട്ടി പോയി. പെട്ടെന്ന് ആപ്ലിക്കേഷൻ വന്നു. ഇതുപോലെ സുജ ടീച്ചർ എത്തി. അങ്ങനെയാണ് സുജ ടീച്ചർ 2004 തന്നെ എത്തി. ഒരു മാസം രണ്ടുപേരും തമ്മിലുള്ള വ്യക്തി. അവർ ദൈവനിശ്ചയമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചതെന്ന് അവർക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് സാലറി എനിക്ക് നൽകാൻ സാധിച്ചു. ഇന്ന് വരെ അതിനൊരു തടസ്സവും വരാതെ ജഗദീശ്വരൻ കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അധ്യാപകരുടെ ഒരു ടീം വർക്കുണ്ട്. ആ ടീം വർക്കിന്റെ ഫലമാണ് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലോ നമ്മുടെ മാനേജ്മെന്റ് വിചാരിച്ചാലോ ഒന്നും നടക്കില്ല. ആ ടീം വർക്കാണ് ഈ സ്കൂളിന്റെ ഉന്നമനത്തിന്. അപ്പോൾ നമ്മുടെ യോഗമെല്ലാം അവസാനിച്ചതിന് ശേഷം ഇനി ടീച്ചറിനെ യാത്രയാക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെളിയിൽ നിൽക്കുകയാണ്. നമ്മുടെ SNDP ശാഖായോഗം, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എല്ലാവരും വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചർ തന്നെ ഓഫീസ് മുറി പൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ ഓഫീസ് മുറി പൂട്ടിയതിന് ശേഷം താക്കോല് അടുത്ത ചാർജ് വഹിക്കുന്ന ബിന്ദു ടീച്ചറിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഹാളും ടീച്ചർ തന്നെ പൂട്ടിയാൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ തന്നെ ഹാളും പൂട്ടുകയാണ്. എനിക്ക് അവസരമുള്ളായിരുന്നു ആർക്കും ഇവിടെ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോൾ അപ്പോൾ ഞങ്ങളങ്ങനെ ടീച്ചറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കയറിയപ്പോഴേ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ഇടിയും മഴയും മിന്നലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. എല്ലാവർക്കും ഒത്തിരി വിഷമമുണ്ട് മനസ്സിൽ. എങ്കിലും ഇത്രയും കാലത്തെ ഒരുപിടി ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും തിരികെ വീട്ടിലേക്ക് യാത്രയായി. അനിത ടീച്ചറിന് ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ഒരു വിശ്രമ ജീവിതം ആശംസിക്കുന്നു.